ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയുടെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് അട ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകുന്നതെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അത് സോഫ്റ്റ് ആവാനുള്ള ഒരു ഐഡിയയും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളിതാ നല്ലോണം പഴുത്ത പഴം ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഴം നല്ല പോലെ ഇതൊന്ന് വാട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇത് ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 അടക്കുള്ളതാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടി ഹെൽത്തി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര പാനി വറ്റി വരുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഫ്ലെയിം ഓഫാക്കി സൈഡിലേക്ക് മാറ്റാം. ഈ ഒരു സമയം തന്നെ പിന്നെയും വീണ്ടും ഇത് വറ്റിപ്പോകും. ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തത്. ഒരു തുള്ളി എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നോക്കി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ എനിക്കൊരു ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ മാവ്. ഒരുപാട് കട്ടിയിൽ നമ്മൾ മാവ് തയ്യാറാക്കരുത്. ഇതുപോലെ ലൂസായിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മളവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇല എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലുള്ള ഈർപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് വല്ലാണ്ട് പറ്റിപ്പോകും. ഇനി നമ്മൾ കുറച്ച് വെള്ളവും കൂടി സൈഡിലേക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മാവ് മാത്രമേ നമ്മൾ ഇലയിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് മാവ് ഇതാക്കരുത് കേട്ടോ. അപ്പോഴാണ് ഭയങ്കര ഹാർഡായി പോകുന്നത്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് വെള്ളം തൊട്ടിട്ട് നല്ല നേർങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ നല്ലോണം തന്നെ പരത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങൾ അധികം കട്ടിയിൽ മാവ് തയ്യാറാക്കാണ്ട് നിന്നാൽ മാത്രം മതി. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തയ്യാറാക്കാം. ഇനി അതിലേക്കുള്ള ഫില്ലിങ്ങും വെച്ചിട്ട് നമുക്ക് ഇല മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ആവിയേറ്റെടുക്കാം. അപ്പോൾ ഞാൻ 4 എണ്ണം തയ്യാറാക്കുന്ന പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നേർങ്ങനെ പരത്തിയിട്ട് കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ നല്ല ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രുചിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ. ഗോതമ്പ് വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് അട ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്